വാട ഇങ്ങോട്ട് ഇരിക്കട അവിടെ. ഇരിക്കട അവിടെ. എനിക്കിപ്പോ ഇരിക്കണ്ട. ഇരിക്കട അവിടെ. എനിക്കിപ്പോ ഇരിക്കണ്ട. എനിക്കിരിക്കണം. നീ ഇരുന്നാലേ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതിന് ഞാൻ ഇരിക്കുമ്പോ നിങ്ങൾ കയ്യെ കിടക്കണത് പൂമാലയല്ല, മനസ്സിലായോ? സാറേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. എന്ത്? എനിക്കിത് ഭയങ്കര അലർജി ആയിട്ട് വരുന്നുണ്ട്. എന്നത് ഈ സാധനം? ഇത് മാറ്റിയിട്ട് ഒരു വെള്ളി മേടിച്ചിട്ടാലോ? സ്വർണത്തിന്റെ ആയാലോ? സ്വർണം നല്ല കാശാവത്തില്ലേ? ഒത്തിരി പൈസ ആവത്തില്ലേ? നീ അങ്ങ് വലിയ പോലെ മര്യാദ കേട്ടില്ല. എന്തോ സാറേ പൈസ ആവുന്നേ? പിന്നെ കോടതി കൊല്ലത്തേ ഉള്ളു. ഒരു വാഴകല മോട്ടിച്ച് എന്നെ എന്തിനു സാറേ കോടതി കൊല്ലുന്നേ? അതല്ലെന്ന് നിന്റെ കേസിൽ നിന്ന് കോടതി കൊല്ലത്തേ ഉള്ളു. അങ്ങോട്ടാ കൊണ്ടുപോണത്. എന്റെ പൊന്ന് സാർ, എന്നെ കൊണ്ടുപോയി നല്ല ശിക്ഷ മേടിച്ചു തന്നില്ലെങ്കിൽ നീ എന്റെ പേരെടുത്ത് ഞാനൊന്നും പറയണില്ല. സാറേ സാറിനൊരു കാര്യം അറിയാവോ? ഞാൻ എന്തിനാണ് ആ വാഴക്കൊല മോട്ടിച്ചെന്ന് സാറിന് അറിയാവോ? എന്തിന്? എന്റെ മായക്ക് മരുന്ന് മേടിക്കാനാണ് സാറേ ഞാൻ മോട്ടിച്ചത്. മയക്കുമരുന്ന് മേടിക്കാൻ വേണ്ടി വാഴക്കൊലയല്ല മോഷിക്കേണ്ടത്. പിന്നെ മയക്കുമരുന്നല്ല, എന്റെ ഭാര്യ മായക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിട്ടാണ് സാറേ ഞാൻ മോട്ടിച്ചത്. അതിന്റെ മായക്ക് എന്താ പറ്റിയ? എവിടെ പോണ്ടാ? തുപ്പി തുപ്പുന്നല്ലേ, വിതുമ്പിയതാ. അതായത് ഒരാഴ്ചയായിട്ട് അവള് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. ഒരു മൂലക്കേറി മിണ്ടാതിരിക്കുക. അതിന് മരുന്ന് മേടിക്കാനാണ് ഞാൻ പോയത്. ഭാര്യ ഒരാഴ്ചയായിട്ട് മിണ്ടുന്നില്ലേ? ഉരിയാടുന്നില്ല. എടാ നീ അതിനെന്തിനാണ് മരുന്ന് മേടിച്ചു കൊടുത്തത്? പിന്നെ നാട്ടുകാർക്ക് ലഡു മേടിച്ച് വിതരണം ചെയ്യടാ. ഒരു ഭാര്യ മിണ്ടായിരിക്കാൻ വേണ്ടി എത്രയോ ഭർത്താക്കന്മാര് കൊതിക്കുന്നു. നിന്റെ ഭാര്യ മിണ്ടായിരിക്കണ വാഴ ചിരിക്കാൻ പറയുന്നോട്. സാർ ഇത് പറയും പോലെ നല്ല എനിക്ക് ഈ കട്ടുമോട്ടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അച്ഛൻ സർവീസിൽ നിന്ന് മരിച്ചോണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത്. അച്ഛൻ സർക്കാർ ജീവനക്കാരനായിരുന്നു? അല്ലല്ല. അല്ല പിന്നെ സർവീസിൽ നിന്ന് മരിച്ചെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ. പൊട്ടിക്കിടന്ന സർവീസ് കാറില്ലേ, അതുമേ കയറി ഇരുന്ന് സൗണ്ട് പൊട്ടി തീർന്നു. ആണല്ലേ? അത്രേ ഉള്ളൂ. ഏതായാലും എന്തോ ഇവിടെ നീ എന്റെ പുറകെ പിന്നെ എന്തിനാടാ? സാർ ഇത് ഇട്ടേക്കുമല്ലേ, പിന്നെ ഞാൻ കൂടെ വന്നില്ലേ? പറഞ്ഞല്ലോ അത് ഞാൻ വിട്ടുപോയി. സാർ ഇവിടുന്ന് അടങ്ങി നിൽക്കുന്നു. എന്തോ? ഒന്നുമില്ല. എന്താ? അല്ല ബിന്ദു വരാന്ന് പറഞ്ഞ ബിന്ദുവേ, വനിതാ കോൺസ്റ്റബിൾ ബിന്ദു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് നിന്നെ കോടതി ഹാജരാക്കേണ്ട ചാർജ്. അപ്പം അവളെ കാണുന്നില്ല, എന്താണെന്ന് ഇങ്ങനെ നോക്കിയതാണ്. അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നമുക്ക് കണ്ടോ കൂടെ പോകുന്നു, കോടതി കയറുന്നു. എടാ നീ എന്താ ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും കേട്ടോ. നീ എനിക്കിട്ട് പക്ഷെ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, കണ്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട്. എന്താണെന്നറിയോ സാറേ, ഭയങ്കര ഒരു സംഭവം ഉണ്ടായി സാറേ. എന്ത് പറ്റി? എന്താണെന്നറിയോ, ഞാൻ മാറി നിക്കടാ. രാവിലെ ആണെങ്കിലേ ഞാൻ ചിക്കൻ വെക്കുവായിരുന്നേ. അപ്പൊ സവോള ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുമല്ല, എന്റെ വിരലിന്റെ അറ്റം അങ്ങ് മുറിഞ്ഞു സാറേ. അയ്യോ 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 അയ്യോ. നീ എവിടെ പോണു? വിരൽ മുറിഞ്ഞെന്ന്. നിന്റെ അല്ലല്ല, വേദനിച്ചെന്ന്. ആർക്ക്? നീ എന്തിനാണ് വേദനിക്കുന്നത്? നീ ഒരു പ്രതിയാണ്. പോലീസുകാരെ പറയുന്നത് മര്യാദ കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി TT എടുത്തു. വീട്ടിലില്ലായിരുന്നു? എന്ത് അല്ല സാറേ, TT ഇഞ്ചക്ഷൻ, ബട്ടക്സിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അയ്യോ എന്റെ ദൈവം, വേദന എടുക്കൂലേ? അയ്യോ 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 അയ്യോ. അവിടെ വേദന വേദന എടുക്കണം നിനക്കല്ലോടാ. സാറേ ഞാൻ ലേറ്റ് ആയില്ലല്ലോ, ട്രെയിൻ ഒന്നും പോയില്ലല്ലോ. ട്രെയിന് ഒരെണ്ണം പോയി, പക്ഷെ ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. സാറേ ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഓടി വരാം കേട്ടോ. എന്റെ തൊപ്പി ഇവിടെ ഇരിക്കട്ടെ. ഓ അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. ലവ് അല്ലേ? ലവ് അല്ലേ? പിന്നെ എനിക്ക് തോന്നി അങ്ങനെ. അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലായി. ഈ വെപ്രാളവും വേവലാതി ഒരു പരവേശം കണ്ടപ്പോ എനിക്ക് സംഭവം എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് പറഞ്ഞിട്ടില്ല. എങ്ങനെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാനത് പറഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് മരമണ്ട സാറ്, പ്രേമം തുറന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. നീ വന്നേ. പറയാത്ത പ്രണയവും അഴിച്ചുവിട്ട പട്ടവും ഒരുപോലെയാണ്. ഇത് എവിടെ പോയി വീഴുന്നു, ആരുടെ തലമുണ്ടേ കയറുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രണയം പറയണം. അല്ല അത് എങ്ങനെ പറയൂന്നുള്ള ഈ 6 അടി പൊക്കം മാത്രം പോരാ, തലയ്ക്ക് താഴ്ത്താമസം വേണം. തുറന്ന് പറയണവര് വരുമ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞോളാം. പോയോ? റൂമിൽ പോയോ? ട്രെയിൻ ഒന്നും പോയില്ലല്ലോ. ട്രെയിൻ ഒന്നും പോയിട്ടില്ല. അപ്പൊ അടുത്ത നെക്സ്റ്റ് ട്രെയിന് നമുക്ക് ഇവനെ കൊണ്ടുപോകാം. ശരി ശരി, ഞാനിവിടെ ഇരിക്കാം. സാറ് ട്രെയിൻ വരുമ്പോ എന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. അന്നേ പറ്റിയ ചാൻസാ. എന്ത്? ഇപ്പൊ പറഞ്ഞ നടക്കും, വർക്കൗട്ട് ആവും. ഞാൻ എന്ത് പറയൂന്നുള്ളതാണ്. എന്ത് പറയുന്ന? ഐ ലവ് യു എന്ന് പറയണം. അത്ര പറഞ്ഞാൽ മതി? അത്ര പറഞ്ഞാൽ മതി. പറയട്ടെ? ധൈര്യമായിട്ട് പറ, ഞാൻ കൂടെ നിൽക്കില്ല. സാർ ചെല്ല്. നീ അങ്ങോട്ട് മാറി നിൽക്കടാ. ഞാൻ എങ്ങനെ മാറിയിരിക്കും? ഇത് കിടക്കില്ല. സോറി, ഞാൻ പറയും ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്.
നീ ചിരിച്ചടാ. വർക്കൗട്ടായി സാറേ, എന്താ പറഞ്ഞേ? സാറെന്തായിരുന്നു പറഞ്ഞേ? കേട്ടില്ലായിരുന്നോ? ഇല്ല, ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഇനി ഞാൻ പറയൂല. ഇനി ഞാൻ പറയൂല. ഞാൻ പറയൂല. വേണ്ട, എനിക്ക് വേണ്ട. ഞാനത് ശരി എങ്ങനെ പറയൂടാ, അതൊക്കെ മോശമല്ലേ. അവൾ ആദ്യം പ്രതികരിച്ച് കണ്ടില്ലേ. എന്നൊരു കാര്യം ചെയ്യാം, പെണ്ണുങ്ങളെ വളച്ചിടാൻ പറ്റിയ ഏറ്റവും മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ കലയാ. കല വരയ്ക്കോ? ഇല്ല. പിന്നെ പാട്ട് പാടും. പാട്ട് പാടും മതി. ഈ ഒറ്റ സംഭവം മതി നിങ്ങൾക്ക് അവളെ, സോറി അവളല്ല, മേഡത്തിന് വളയ്ക്കാം. ഒരു പാട്ടം കിട്ടും. ഒന്ന് ടെസ്റ്റ് അടിച്ചേ. പാട്ടോ? ഓ, ടെസ്റ്റ് അടിച്ചേ. ജലദോഷം വല്ലതും ഉണ്ടോ? ജലദോഷം ഉണ്ടോ? അല്ല, ഹിന്ദി പിടിച്ചതാ. വേണ്ട, മലയാളം പിടിച്ചാൽ മതി. ആണോ? നല്ല റൊമാൻസ് തോന്നുന്ന പാട്ട് ചെന്ന് കാച്ചിക്ക്. പാടാൻ പോണേ. പറഞ്ഞോ സാറേ. അല്ല, പാട്ട് ഇഷ്ടമാണോ ബിന്ദുവിന്? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നേക്കോ സാറേ ഗാനം. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. നന്നായിട്ട് പാട്ടൊക്കെ പാടും. സാറ് പാട്ട് പാടും? ഈ 2 വർഷം സ്റ്റേഷനിൽ ഒരു മൂളിപ്പാട്ട് പോലും ഞാൻ കേട്ടിട്ടില്ലല്ലോ സാറേ. അല്ല, അത് നമ്മുടെ ഫീൽഡ് അതല്ലല്ലോ. പിന്നെ പാടാന്ന് വെച്ചു. എന്നാ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പൊ പാട്ട് പാട്ടെ. ഞാൻ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് സാറേ. പാടാവേ. എഴുതിയതാരാണ് സുജാത നിന്റെ കരിമിഴിക്കോണിലെ കവിത. പാട് സാറേ. പാട്. പാടിയതാണ്. അല്ലേ, എഴുതിയവരുടെ പേരൊക്കെ അല്ലേ പറഞ്ഞത്? സുജാത എഴുതിയതൊരു പാട്ടല്ലേ സാർ പാടാൻ പോയത്? ഞാൻ എഴുതിയതാണ്. പാടാൻ അറിയില്ലെങ്കിൽ പറഞ്ഞാ പോരെ. ചുമ്മാ ഒരു മിനിറ്റ്. ചമ്മണമായിരുന്നു, പാടാൻ അറിയി പറയില്ലായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തുറന്നു പറയണില്ല. ഞാൻ ആ കേസ് വിട്ടേര്. ആ കേസ് വിട്ടേക്ക്. നിക്ക് എല്ലാം കഴിഞ്ഞിട്ടില്ല. ഒരു ടിപ്സും കൂടെ എന്തെങ്കിലും ഉണ്ട്. എന്ത് കേക്ക്? അതായത് റൊമാൻസ് തോന്നണം. നമ്മുടെ സംസാരം കേട്ട ഒരു വീഴണം. ആ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ഇത്ര നാൾ സംസാരിച്ചിട്ട് വീണ്ടല്ലോ, പിന്നെ ഇത് എങ്ങനെ വീഴുന്നായി പറയണേ? റൊമാൻസ് സാഹിത്യം. അതെന്ത് പറയും? ഞാൻ പറഞ്ഞുതരാം. എന്തു പറ പെട്ടെന്ന്. തമ്മേ, എന്റെ ഹൃദയ പൂങ്കാവനത്തിലെ വസന്തകാലത്തിലേക്ക് നിന്നെ ഞാൻ ക്ഷണിച്ചോട്ടെ. ക്ഷണിച്ചോട്ടെ. അങ്ങനെ റൊമാൻസിൽ പറഞ്ഞ, അങ്ങനെ റൊമാൻസിൽ പറയുമ്പോഴത്തേക്ക് എവളായാലും വീഴും. ഓക്കെ, ഞാൻ പറയാം. ലാസ്റ്റ് ടെസ്റ്റ് ആണ്. എന്താ സാറേ? ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. പാട്ട് പാടാൻ വന്നാണോ? അല്ലല്ല, പാട്ട് നിർത്തി. വസന്തകാല. വസന്തയുടെ കാലിന് എന്ത് പറ്റി സാറേ? വസന്തയുടെ കാലിന് എന്ത് പറ്റി? അല്ല, ഇന്നലെ ഒന്നുമില്ല. ഞാൻ പറയാവേ. ഞാൻ നാല് എന്തോ പറ്റിയത്. എനിക്ക് എന്തോ കാര്യം നീ പറഞ്ഞത്? വസന്തയുടെ കാലല്ല, വസന്തയുടെ തല. വസന്തയുടെ പ്രിയതമ്മേ, എന്റെ ഹൃദയ പൂങ്കാവനത്തിലെ വസന്തകാലത്തിലേക്ക് ഞാൻ ക്ഷണിച്ചോട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്. സിന്ധു ഇനി ഒട്ടും താമസിപ്പിക്കുന്നില്ല. ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് പ്രതിനെ കൊണ്ട് കൊല്ലത്ത് പോകേണ്ടതാണ്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വസന്തകാലത്തിൽ എന്റെ ഹൃദയത്തിൽ തപസ്സിരിക്കുന്ന ബിന്ദുവിനെ ഞാൻ എന്റെ ഹൃദയ കവാടത്തിലേക്ക് എന്താണ് ഐ ലവ് യു. അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഈ മേഡത്തിന്, ഈ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഇത് പറയാൻ വേണ്ടിട്ട് ഈ പുള്ളി ഇവിടെ കിടന്ന് ഈ നെരിപിരി കൊണ്ടത് മനസ്സിലായോ? അല്ല, ഞാനത് അറിയാതെ. ഞാൻ 2 വർഷം നമ്മൾ ഒരേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവരാ. അന്നൊന്നും സാറിന് എന്നോട് ഇത് പറയാൻ വയ്യായിരുന്നല്ലേ? എന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണോ സാറിന് ഇത് പറയാൻ തോന്നിയത്? സാർ എത്ര നാൾ കൊണ്ട് ഇത് പറയാന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കാത്തിരിക്കുവായിരുന്നു സാറേ. ചാഞ്ഞതെങ്കിലാണല്ലേ തലപ്പെട്ട് കയറാൻ നോക്കിയത്. സാറേ, എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു സാറേ. ഫസ്റ്റില് ഞാൻ സർവീസിൽ ബുക്കിൽ ഒപ്പിടാൻ വന്നപ്പോ തന്നെ സാറിന്റെ ആ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് സാറിന് ഞാൻ അങ്ങ് വീണ് സാറേ. സാറ് ആണുങ്ങളല്ലേ ആദ്യം പറയണ്ടേ, പെണ്ണുങ്ങളാണോ മുൻകൈ എടുത്ത് പറയുന്നേ? ആണല്ലേ? സാറ് പറയാന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു. ഏതായാലും ഭയങ്കര സന്തോഷമായി. ഒരു കള്ളം മുഖാന്തരം നമുക്കൊരു ഇത് കിട്ടില്ല. നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയല്ലോ. അമ്മമാരുടെ സ്ഥാനത്ത് ഞാൻ നിന്ന് സംഭവം നടത്തി തരാം. ഇനിയിപ്പോ വേറെ ചടങ്ങിന്റെ കാര്യങ്ങളൊന്നും കാര്യമില്ല. ഇപ്പൊ ഒരു പാട്ടിടാനെങ്കിൽ നന്നായിരുന്നേ. പാട്ടിട്ടൊക്കെ പ്രശ്നമുണ്ട്. പാട്ടിന്റെ പ്രശ്നക്കാരി എനിക്ക് ഇത് അയക്കണം. കാര്യങ്ങൾ നടത്തണ്ടേ? നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കണമല്ലോ. അതെ, സ്വകാര്യത വേണമല്ലോ. സ്വകാര്യത വേണം. അന്ന് പിന്നെ അടിച്ചു വിട്ടു ഇറങ്ങി വന്നേ. എങ്ങ പോവല്ലോ, ഇവിടെ തന്നെ നിക്കണം. എന്താ ഇഷ്ടപ്പെടാത്ത? എനിക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഉറപ്പാണേ. പിന്നെ സൗന്ദര്യം ഇങ്ങനെ വകഞ്ഞൊഴുകുമല്ലേ. എടാ, അവനെന്തേ സാറേ? അവൻ എവിടെ പോയി സാറേ? എന്റെ ബിന്ദു ഒന്ന് നോക്ക്. ബിന്ദു സാറേ ഇങ്ങനെ പ്രേമം കളിച്ചോണ്ട് പ്രതി പോയത് കണ്ടോ സാറേ? പറഞ്ഞ ആദ്യം എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറയാൻ വേണ്ടി കാത്തിരിക്കണം. നീയല്ലേ പറഞ്ഞ? ഞാനാണ് പറഞ്ഞത്. നമ്മൾ എന്താ സസ്പെൻഷൻ കിട്ടത്തില്ല. മിക്കവാറും സസ്പെൻഷൻ. എന്റെ പൊന്നാവ് പേടിച്ചു പോയി. എന്തിന്? അല്ല, ഞങ്ങള് ഇങ്ങനെ ഇടയ്ക്ക് നിന്നെ വിലം കഴിച്ചു വിട്ടല്ലോ.
നീ ഓടിപ്പോയെന്നാ ഞങ്ങൾ വിചാരിച്ചേ. എന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത്. ദാ ഈ മാല പിടിച്ചേ, ഇത് പിടിച്ചേ, ഇതങ്ങോട്ട് കൈമാറി. അല്ല അത് കൈമാറാ. നീ ഞങ്ങളോർത്ത് നീ ഇത്ര സത്യസന്ധനായിരുന്നു. എന്റെ സാറേ, ഇതുവരെയുള്ള എല്ലാ സ്കിറ്റിനകത്തും എല്ലാ കഥയിലും ക്ലൈമാക്സിൽ പോലീസുകാരെ പഠിച്ച് കള്ളന്മാർ ഓടിപ്പോന്നല്ലേ പതിവ്. ആ പതിവ് തെറ്റിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ പരിപാടി കാണിച്ചത്. ഒരു ക്ലീശേ കള്ളനാവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നാ ഞാൻ പൊക്കോട്ടെ. എവിടെ പോന്നടാ നീ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.